റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ അല്പസമയത്തിനകം ഒപ്പിടും. 817.80 കോടി രൂപയാണ് BGFI ലഭിക്കുക. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വളരെ നിർണായകമായ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാറാണ് സമയത്തിനകം ഒപ്പിടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 817 കോടിയോളം രൂപയാണ് BGFI ലഭിക്കുക, അല്ലേ? ഗ്യാസ് ഫണ്ട് ആയിട്ട് ലഭിക്കുക. അതിന്റെ ചടങ്ങുകളാണ് അല്പസമയത്തിൽ നടക്കാൻ പോകുന്നത്. വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും അതോടൊപ്പം തന്നെ ബാങ്ക് കൺസോർഷ്യവും അതോടൊപ്പം കേന്ദ്രവും അടങ്ങുന്ന ഒരു ത്രികക്ഷി കരാറാണ് ഈ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. അല്പസമയത്തിലുള്ള ചടങ്ങുകൾ ആരംഭിക്കും. അതിന്റെ ഒരു ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. അതോടൊപ്പം തന്നെ അദാനി പോർട്ട് ലിമിറ്റഡിന്റെ അധികൃതരും ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ചടങ്ങുകളിലേക്ക് കടക്കുക. വലിയൊരു ഒരു മാറ്റം കൂടി അല്ലെങ്കിൽ ഒരു നേട്ടം കൂടിയാണ് ഇതിലേക്ക് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിലാണ് ഇതിന്റെ ഒരു ചടങ്ങ് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ തുറമുഖത്തിൽ നിന്നുള്ള വരുമാനത്തിന് 20% കേന്ദ്രവുമായി പങ്കിടാമെന്നൊരു രണ്ടാമത്തെ കരാറുണ്ട് തുറമുഖ വകുപ്പിന്റെ ഉണ്ടായിരുന്നു. ആ കരാറും കൂടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ 2 കരാറാണ്. ഒന്ന് ത്രികക്ഷി കരാറായിട്ടും ഒന്ന് അല്ലാതെ ഈ കേരളവുമായി തമ്മിൽ നിൽക്കുന്ന 2 കരാറുകളാണ് ഇതിൽ ഒപ്പിടാൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ എന്തായാലും ഈ ചടങ്ങുകൾ നടക്കും. അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ അല്പസമയത്തിനകം ഒപ്പിടും. 817.8 കോടി രൂപയാണ് BGFI ലഭിക്കുക. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹന കപ്പലുകളിൽ ഒന്നായ MSC തുർക്കി ഉച്ചയ്ക്ക് ശേഷം വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കും. 2:30 കപ്പൽ രാജ്യാന്തര തുറമുഖ ബർത്തിൽ അടുക്കും. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള കപ്പൽ ഇതാദ്യമായിട്ടാണ് ഒരു ദക്ഷിണേന്ത്യൻ തുറമുഖത്ത് എത്തുന്നത്. അദാനി പോർട്സ് ആൻഡ് സീസ് കമ്പനി അധികൃതർ കപ്പലിനെ സ്വീകരിക്കും.